കൊല്ലത്ത് പോസ്റ്റൽ ബാലറ്റുകൾ എണ്ണി തുടങ്ങി. ബിന്ദു കൃഷ്ണയാണോ ജയമോഹനാണോ ആദ്യ റൗണ്ടിൽ മുന്നിലെത്തുക എന്നുള്ള കാര്യം അല്പസമയത്തിനകം അറിയാൻ കഴിയും. കൊല്ലത്തും തുടങ്ങി, പാലായിലും തുടങ്ങി. എന്തായാലും പ്രേക്ഷകർ ന്യൂസ് 18 ആ സ്ക്രീനിൽ നിന്നും കണ്ണിമച്ചെന്നാതെ വിടാതെ നോക്കിയിരിക്കുക. കൃത്യമായ സ്ക്രീനിലെ അപ്ഡേഷൻ ഉടൻ തന്നെ വരും. 8:10 കൂടി ഞങ്ങൾ അതോടൊപ്പം തന്നെ മറ്റു സ്ഥലങ്ങളിലും വന്നിട്ടുണ്ട്. ബംഗാളിൽ 4 സീറ്റിൽ BJP മുന്നിൽ, തൃണമൂൽ 1 സീറ്റിൽ മുന്നിൽ എന്നുള്ള വിവരം കൂടി വരുന്നുണ്ട്. പശ്ചിമ ബംഗാളിന്റെ ആദ്യ സൂചനകൾ BJPക്ക് അനുകൂലമെന്ന്. കേരളത്തിൽ LDF 1 സീറ്റിൽ മുന്നിൽ, UDF 1 സീറ്റിൽ മുന്നിൽ. അത് ഏത് മണ്ഡലത്തിന്റെ സൂചനയാണ് ആദ്യം പുറത്തു വന്നിരിക്കുന്നതെന്നാണ് പ്രധാനപ്പെട്ട കാര്യം. കേരളത്തിന്റെ സൂചനകളും പുറത്തു വരുന്നു. ഇതാ ഉടൻ തന്നെ 1 LDF 1 UDF എന്നുള്ളതാണ് പോസ്റ്റൽ ബാലറ്റുകളുടെ ആദ്യ റൗണ്ടിലേക്ക് കടക്കുന്നത്. പോസ്റ്റൽ ബാലറ്റ് ആണ്, അവിടെയാണ് 1 എന്നുള്ള ക്രമം. തമിഴ്നാട്ടിൽ DMK 1 സീറ്റിൽ മുന്നിൽ. പോസ്റ്റൽ ബാലറ്റുകളുടെ കണക്കെടുപ്പിൽ ഇടതു മുന്നണി 2 സീറ്റുകളിലേക്ക് വരുന്നു. UDF 1 സീറ്റ്. ഏത് മണ്ഡലം എന്ന് അപ്ഡേറ്റ് ചെയ്യപ്പെടണം. എന്തായാലും കൃത്യമാണ്. തപാൽ വോട്ടുകളുടെ ആദ്യ സൂചനകൾ പുറത്തു വരുന്നു. ഇടതു മുന്നണി നേരിയ പൊതുവെ LDF ഒരു മുന്നേറ്റം കിട്ടാറുള്ളതാണ്. 2-2 എന്നുള്ള രീതിയിലായിരിക്കുകയാണ്. LDF 2 UDF 2 എന്നുള്ളതാണ് ഏറ്റവും ഒടുവിലത്തെ കണക്ക്. UDF 2 LDF 2 എന്നുള്ളത് ഓരോ നിമിഷവും ഓരോ സ്ഥലത്ത് നിന്നുള്ള വിവരങ്ങൾ അപ്ഡേറ്റ് ചെയ്യപ്പെട്ടുകൊണ്ട് ഇരിക്കുന്ന ഒരു നിമിഷമാണ്. ആറന്മുള മണ്ഡലം, അവിടെ വോട്ടെണ്ണൽ തുടങ്ങി. ഓരോ റിപ്പോർട്ടർമാരും അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു. ആദ്യ നിമിഷങ്ങളിൽ അല്പം പ്രേക്ഷകർ കാത്തിരിക്കേണ്ടി വരും. കാരണം കുറച്ച് തടസ്സങ്ങൾ വരും തുടക്ക സമയത്ത്. അതിനുശേഷം പെട്ടെന്ന് ഫലത്തിലേക്ക് പോകാം. 2-2 തന്നെയാണ് ഇപ്പോഴും വന്നിരിക്കുന്നത്. അത് തന്നെയാണ് എനിക്ക് കിട്ടുന്ന ഡേറ്റ അനുസരിച്ചും അങ്ങനെ തന്നെയാണ്. പലരും ഉടൻ അയക്കാം എന്നാണ് പറയുന്നത്. ഇവിടെ തുടങ്ങിയിട്ടേ ഉള്ളൂ എന്ന് പറയുന്നു. വട്ടിയൂർക്കാവിലെ മണ്ഡലത്തിലെ തുറന്നേ ഉള്ളൂ, അവിടെ വോട്ടെണ്ണലിലേക്ക് കടക്കുന്നതേ ഉള്ളൂ എന്നുള്ള വിവരം അവിടെ നിന്ന് വരുന്നു. വട്ടിയൂർക്കാവ് മണ്ഡലത്തിൽ നിന്ന് കൗണ്ടിംഗ് സെന്ററുകളിൽ പ്രത്യേക സാഹചര്യങ്ങളും വ്യത്യസ്തമായ സാഹചര്യങ്ങളും ഉണ്ടാവും. വട്ടിയൂർക്കാവിൽ ഇപ്പോൾ 7:58 ആയപ്പോഴേക്കും സ്ട്രോങ്ങും തുറന്നതേ ഉള്ളൂ. അങ്ങനെ ചില തടസ്സങ്ങൾ വരുന്നുണ്ട് ചിലയിടങ്ങളിൽ. പോസ്റ്റൽ വോട്ടുകളുടെ ആദ്യ സൂചനകൾ ഒപ്പത്തിനൊപ്പം എന്ന ചിത്രമാണ് വരുന്നത്. 2-2 എന്ന സൂചനകൾ വരുന്നു. നോക്കുക, ഇത് തപാൽ വോട്ടുകളുടെ നേരിയ വോട്ടുകളുടെ വ്യത്യാസമാണ്. ഇത് പൊതുഫലത്തെ സ്വാധീനിക്കുന്ന കണക്കാവില്ല. ഇത് ചില സൂചനകൾ മാത്രമാണ്. നമുക്ക് EVM വോട്ടുകളിലേക്ക് വരുമ്പോൾ മാത്രമാണ് ട്രെൻഡ് സൂചനകൾ കൃത്യമായി കിട്ടുക. ഇത് തപാൽ വോട്ടുകളാണ്. നമുക്കറിയാം സർക്കാർ ഉദ്യോഗസ്ഥരാണ്. അവർ ചിന്തിച്ചത് എങ്ങനെയെന്നതിന്റെ സൂചനകളാണ്. ഇടതു മുന്നണി 3 ഒരെണ്ണം കൂടി കൂട്ടിച്ചേർക്കുന്നു. 3-2 LDF 3 UDF 2. ഇതാണ് തപാൽ വോട്ടുകളുടെ സൂചനകൾ. ഇത് സംസ്ഥാനത്തിന്റെ ട്രെൻഡുകളോ സ്വഭാവങ്ങളോ അല്ല, പക്ഷേ ആദ്യ സൂചനകളാണ്. ശ്രദ്ധിക്കുക, ഇലക്ഷൻ കമ്മീഷന്റെ അപ്ഡേറ്റിന് വേണ്ടി നമ്മൾ കാത്തിരിക്കണം. 3 ആ രീതിയിലേക്ക് ചിത്രം മാറുന്നു. സംസ്ഥാനത്തിന്റെ ഒരു തപാൽ വോട്ടുകളുടെ ട്രെൻഡുകൾ ഇങ്ങനെ കയറി വരികയാണ്. നമുക്കറിയാം ആ ട്രെൻഡ് കൃത്യമായി മനസ്സിലാവുന്നുണ്ട്. വേഗത്തിൽ അപ്ഡേറ്റ് ചെയ്യപ്പെടുകയാണ് തപാൽ വോട്ടുകളുടെ സൂചന. 3. അതിപ്പോ ഒരു മെസ്സേജ് വരുന്നു. അവിടെ തൃശ്ശൂരിൽ BJP 21 എന്നുള്ള കണക്ക് വരികയാണ്. പത്മജ വേണുഗോപാൽ BJP 21. അത് തപാൽ വോട്ടിന്റെ കണക്കാണ്. അപ്പോൾ അവിടെ തൃശ്ശൂരിൽ നേരിയ ലീഡ് കിട്ടിയിട്ടുണ്ട് എന്നുള്ളതാണ് അല്ലെ? 21 ലീഡ്. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.